Hello friends, ഇന്ന് നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പനീർ മസാലയാണ്. സോ അതിനു വേണ്ടി ഞാൻ ഒരു 400 gram പനീർ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള അണിയൻസ്. ഞാൻ ഒരു 4 മീഡിയം സൈസ് അണിയൻസ് ആണ് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് അടിച്ച് എടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ളതാണ് ഒരു ചെറിയൊരു ടൊമാറ്റോ. ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. 1.5 ടേബിൾസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതുപോലെ കട്ടിയിൽ വേണം നിങ്ങൾ ഈ ഒരു പേസ്റ്റ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മസാലപ്പൊടികളാണ്. സോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ടർമറിക് പൗഡർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, ഗരം മസാല, പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് ബ്ലാക്ക് സോൾട്ട്, കാർഡമം ആൻഡ് ക്ലോവ്സ്. ഇതിനൊരു സൾഫർ ടേസ്റ്റാണ് ഉള്ളത്. സോ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് സോൾട്ടിൻ്റെ ഒരു ഭാഗം നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഇതിലേക്ക് തന്നെ നമ്മൾ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അതിനുവേണ്ടി ഒരു 5 to 6 കാഷ്യൂസിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇതൊന്ന് സോക്ക് ചെയ്തതിന് ശേഷം നമ്മളിത് അടിച്ചെടുക്കും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും. സോ ഇത്ര സാധനങ്ങളാണ് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആവശ്യമുള്ളത്. നമുക്ക് ആദ്യം ഈ പനീർ ഒന്ന് കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഈ പനീർ നമ്മളിതുപോലെ ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാം ഒരേ വലിപ്പത്തിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. സോ ആദ്യം നമുക്ക് പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി നമ്മൾ കുറച്ച് സോൾട്ട്, കാശ്മീരി ചില്ലി പൗഡർ, ഒരു ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതൊന്ന് ഇതിൻ്റെ മേലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പനീർ ക്യൂബ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 minutes ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. സോ നമുക്കിനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലിന് പകരം ഗീ ആയാലും യൂസ് ചെയ്യാം. ഈ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ പനീർ ആഡ് ചെയ്ത് കൊടുക്കും. പനീർ നമ്മൾ എപ്പോഴും ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഓവർ കുക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഹാർഡാവും. അതുകൊണ്ടാണ് പനീർ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് ശേഷം നമ്മളിത് ലാസ്റ്റ് നമ്മുടെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഓയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ഗ്രേവി പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൻ്റെ കളറൊന്ന് മാറാൻ വേണ്ടി നിൽക്കരുത്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്ത് അപ്പം തന്നെ നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനിയിപ്പോൾ ഈ പനീർ നമ്മൾ അവസാനം നമ്മുടെ ഗ്രേവിയുടെ കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. സോ ഇനി നമുക്ക് നമ്മുടെ ഗ്രേവി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ക്ലോവ്സും കാർഡമവും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലത്തെ എണ്ണ തെളിയണത് വരെ നമ്മളിത് കുക്ക് ചെയ്യണം. ഇതൊന്ന് പെട്ടെന്നൊന്ന് ആവാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് ആ ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണത് അതൊരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഈ ഒരു പ്രോസസ്സ് കുറച്ചധികം ടൈം എടുക്കും. ഇത് കരിയാതെ വേണം നമ്മളിങ്ങനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. സോ ഇപ്പോൾ ഇതിലത്തെ എണ്ണയൊക്കെ റിലീസായി തുടങ്ങി.
ഇനി നമുക്കിത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കുന്ന സ്റ്റെപ്പും അതുപോലെ തന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് എടുക്കുന്ന സ്റ്റെപ്പും, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കറിക്കൊരു ബിറ്റർ ടേസ്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യുക. സോ ഇത് കരിയാതെ ടൈം എടുത്ത് തന്നെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഈ റെസിപ്പിയിലെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള അണിയൻസ് ആണ്. സോ ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു ഭാഗം കുക്ക് ചെയ്തെടുത്താലേ നമ്മുടെ കറിക്ക് നല്ലൊരു റിച്ച് ഫ്ലേവർ വരുള്ളൂ. സോ ഇത് ഇച്ചിരി ടൈം എടുത്താലും നല്ല കറക്റ്റായിട്ട് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാക്കി എടുക്കണം. ഇത് കറക്റ്റായിട്ടുള്ള പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇതുപോലെ വീഴാതെ നല്ല കറക്റ്റായിട്ട് എല്ലാം വിട്ട് നമുക്ക് കിട്ടും. സോ അത് ആവണ വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഇതുപോലെ എണ്ണ റിലീസ് ചെയ്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമ്മളിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴും ഓയിൽ റിലീസ് ആവണ വരെ നമ്മൾ കുക്ക് ചെയ്യണം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് നമുക്ക് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് കരിഞ്ഞു പോകാതെ നോക്കണം. ഈ ഒരു കളറിലാണ് ഇതിരിക്കുക, അതായത് നല്ലതുപോലെ ഫ്രൈ ചെയ്ത് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണ ഒരു പരുവം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. അപ്പം തന്നെ നമ്മളിത് ലിഡ് വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയിരിക്കണം. ചെറിയൊരു പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുക്കുക. നമ്മൾ ഇതുപോലെ ഒരു 10 to 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണം. ഒട്ടും സ്റ്റീം പോവാത്ത രീതിയിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റും, സൈഡിലേക്കായിട്ട് നല്ല തിക്ക് ഡാർക്ക് കളറാണ് ഇതിന് വന്നിട്ടുള്ളത്. എണ്ണയാണെങ്കിൽ നല്ലതുപോലെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നതാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അതിൽ നിന്ന് ഇച്ചിരി എടുത്ത് നമ്മളൊന്ന് നമ്മുടെ പനീർ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് യൂസ് ചെയ്തു. സോ ബാക്കിയുള്ളത് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഓയിൽ റിലീസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മൾ അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ നേരത്തെ ചെയ്ത നമ്മുടെ സ്റ്റെപ്പ്, അതായത് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ അടച്ച് ക്ലോസ് ചെയ്ത് വെച്ച് ഒട്ടും സ്റ്റീം പോവാത്ത പോലെ നമ്മൾ കുക്ക് ചെയ്തെടുത്തത് നമുക്ക് ഈ ഒരു കളറ്, ഈ ഒരു നല്ലൊരു റിച്ച് കളറ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളിതിലേക്ക് അണിയൻസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അണിയൻസും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, അല്ലാതെ വേറെ ചില്ലി പൗഡേഴ്സോ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കളറ് കാണാൻ പറ്റും. നല്ല റിച്ച് ഒരു കളറാണ് ഈ ഒരു ഗ്രേവിക്ക് ഇപ്പം തന്നെ ഉള്ളത്. നമ്മൾ വേറെ കളേഴ്സ് ഒന്നും ചേർക്കാതെ തന്നെ നല്ലൊരു കളറാണ് നമ്മുടെ ഈ കറിക്കുള്ളത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറിയതിന് ശേഷം നമ്മളിതിലേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കും. ഞാൻ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയി. നമ്മളിതിലേക്ക് മേത്തി ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ നമ്മുടെ ഒരു കറിക്ക് ശരിക്കുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരുള്ളൂ. സോ എണ്ണ നല്ലതുപോലെ തെളിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ 1 സ്മോൾ ടൊമാറ്റോ ആണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1 to 2 ടൊമാറ്റോസ് വരെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എഗെയിൻ ഇതിൽ നിന്ന് എണ്ണ റിലീസ് ആവുന്നത് വരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്.
1 teaspoon red chilli powder, 1 to 2 teaspoon Kashmiri chilli powder, 1 teaspoon coriander powder, 1/2 teaspoon turmeric powder, 1 teaspoon powder or leaf, നമുക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് ബ്ലാക്ക് സോൾട്ട്, 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ. ഇതെല്ലാം കൂടി നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കസൂരി മേത്തിയുടെ ലീവ്സ് നമുക്ക് 1 ടീസ്പൂൺ ടു 2 ടീസ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലത്തെ എണ്ണയൊക്കെ നല്ലതുപോലെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ അങ്ങോട്ട് തിളപ്പിക്കാം. ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു റിച്ച് ഫ്ലേവർ വരും. സോ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നല്ലതുപോലെ തിളപ്പിക്കാം. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണം അതനുസരിച്ചിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കുള്ളൂ. ഇപ്പം നമ്മുടെ കറിയിലത്തെ എണ്ണ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ സോട്ട് ചെയ്തെടുത്തിട്ടുള്ള പനീർ ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ അവസാനമായിട്ട് ഇച്ചിരി ഗരം മസാലയും കൂടി ഇതിലേക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കൊറിയാണ്ടർ ലീവ്സും. അങ്ങനെ നമ്മുടെ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കുറച്ച് കൊറിയാണ്ടർ ലീവ്സും ആഡ് ചെയ്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്.